ഞാൻ ആദ്യം തുടങ്ങുന്നത് നിതിൻ കണിശ്ശേരിയിലാണ്. നിതിൻ, ഇപ്പോൾ ഈ തുടക്കത്തിൽ ഈ വിജയരാഘവൻ്റെ പേര് പുറത്തേക്ക് വരുന്നതിന് മുൻപ് പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. അതിൽ ചില യുവ മുഖങ്ങളുടെ പേരുണ്ടായിരുന്നു. ഞാൻ താങ്കളുടെ പേരും അന്ന് കേട്ടതാണ്. പിന്നീട് വിജയരാഘവനെ പോലെ ഏറ്റവും സീനിയറായ ഒരു നേതാവിനെ ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ പാർട്ടി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ഇവിടെ പുതുമുഖമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇവിടെ ഇതിനു മുൻപ് പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ച്, പാലക്കാടിനെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇത്ര മുതിർന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം തന്നെ ആയിരിക്കണം ഇക്കുറി പാലക്കാടിനെ നയിക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ദശാസന്ധിയിലെ തെരഞ്ഞെടുപ്പായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ നയിക്കാൻ ഏറ്റവും മുതിർന്ന നേതാക്കളും തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള നേതാക്കളെയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ CPIMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ സഖാവ് വിജയരാഘവൻ CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. നേരത്തെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഏതാണ്ട് 2 ടേം രാജ്യസഭയിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള ആളാണ്. ഈ നിലയിൽ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെ മത്സരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനായാസമാക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നിർണായകമായ ഒരു ജനകീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയം നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ തന്നെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫലമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായി പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. രാജ്യത്തിനകത്ത് മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയത മുൻനിർത്തിയുള്ള ഭരണം, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി അവരെടുക്കുന്ന നിലപാടുകൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ കയറൂരി വിട്ടുകൊണ്ട് അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ എടുക്കുന്ന നയങ്ങൾ, തീരുമാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി രാജ്യത്തിനകത്തുണ്ടാകുന്ന രൂക്ഷമായ വിലക്കയറ്റം, ജനങ്ങളുടെ ജീവിത ദുരിതം, ഇതെല്ലാമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ ചർച്ചാ വിഷയം. ആ ചർച്ച നമ്മുടെ രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്നത് പോലെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ദേശീയ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയൊരു മണ്ഡലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതുകൊണ്ട് വിശ്വാസയോഗ്യമായി കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു വർത്തമാനകാലത്ത് കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷം പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടും ഈ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ രാജ്യത്തിനകത്ത് ഉയർന്നു വന്ന നിർണായകമായ ഒരു പ്രശ്നങ്ങളിലും തൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിലപാട് പറയുകയോ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു നിലപാടും പറയാതിരുന്ന ഒരു MP-യുടെ പരാജയം ഈ തിരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ടല്ലോ ശ്രീ നിതിൻ. അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇവിടം വിട്ടുകഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാകാം അത്. ഈ പറയുന്ന CAA എന്നൊക്കെയുള്ള ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടാണോ അദ്ദേഹത്തിന് ഒരേ വേദിയിൽ കൈകൊടുത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനം ആഗ്രഹിക്കുന്നത്. അതിന് ഓരോ സംസ്ഥാനത്തിനകത്തും BJPയെ തോൽപ്പിക്കാൻ ആരാണോ കൂടുതൽ ശക്തമായി നിൽക്കേണ്ടത് ആ ആളുകൾ എല്ലാവരും ഒരുമിച്ച് അണിനിരക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇന്ത്യ രാഷ്ട്രീയ സഖ്യം എന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയ കൂട്ടായ്മയിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്. BJPയെ ഡിഫീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ കൂട്ടായ്മയിലുണ്ട്. ആ കൂട്ടായ്മ യോജിച്ചുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും BJPക്കെതിരായ പ്രചരണം നടത്തുന്നുണ്ട്, BJPക്കെതിരായ രാഷ്ട്രീയ സമരവും നടത്തുന്നുണ്ട്. കേരളത്തിൽ എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിനെ BJPക്കെതിരായി കേരളത്തിലെ ജനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മുടെ മുമ്പിൽ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകനായിരുന്ന അനിൽ ആന്റണി ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്, BJPയുടെ NDAയുടെ ഭാഗമായ സ്ഥാനാർത്ഥിയാണ്. K കരുണാകരൻ്റെ മകൾ കോൺഗ്രസ്സിലാണ്. ഈ തിരഞ്ഞെടുപ്പിൽ BJP അവതരിപ്പിച്ചിട്ടുള്ള 20 സ്ഥാനാർത്ഥികളിൽ 4 ആളുകൾ പഴയ കോൺഗ്രസ്സുകാരാണ്.
ഈ സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നേടുമ്പോൾ ഇടതുപക്ഷമാണ് അതാണ് ഫാറൂഖ്. വിജയിക്കുക.